വി.ഡി. സതീശന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖവും വരില്ല. ഇനി പറയുന്നതൊക്കെ പൊട്ടത്തരമാണെങ്കിലും അതിന് നാട്ടുകാർ മൊത്തം ആക്ഷേപിച്ചാലും തൊലിക്കട്ടി കൂടുതലായതുകൊണ്ട് ഇതൊന്നും എവിടെയും ഏൽക്കാൻ പോകുന്നില്ല. CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പിന്നെയും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് ആരെങ്കിലുമൊക്കെ ഓർക്കുന്നത് തന്നെ. എന്തായാലും കാര്യത്തിലേക്ക് വരാം. CPM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖ അവസരവാദ രേഖയാണ് എന്ന് സതീശൻ വിമർശിച്ചു. കാലത്തിനൊത്ത മാറ്റം എന്ന് CPM പറയുന്നതിനെ അവസരവാദം എന്നാണ് വിശേഷിപ്പിക്കേണ്ടതെന്നാണ് സതീശൻ കൂട്ടിച്ചേർത്തത്. അവസരവാദം എന്ന് പറയുന്നത് അവസരത്തിനൊത്ത് വാക്കുമാറ്റി പറയുന്നതിനാണ് എങ്കിൽ സതീശൻ അവസരം കിട്ടിയാൽ വാക്കുമാറ്റി പറയാൻ പോലും അറിയില്ല എന്നതുകൊണ്ട് തന്നെ വിവരക്കേടുവാദി എന്ന് വിളിക്കേണ്ടി വരും. ഇതിനു മുൻപൊക്കെ സതീശൻ മാറ്റി പറഞ്ഞ വാക്കൊക്കെ നമുക്ക് മറക്കാം. ഏറ്റവും ഒടുവിൽ തരൂർ വിഷയത്തിൽ വിമർശിച്ച അതേ നാവുകൊണ്ട് തന്നെ തരൂർ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് കോൺഗ്രസിലെ ഒളിയുദ്ധം ഒടുവിൽ മൂടിവെച്ചത് അതിനെ എന്തു പേരിട്ട് വിളിക്കും സതീശ? ക്ഷേമ പെൻഷൻ കൂടി കൊടുക്കാം എന്നും പറഞ്ഞ് അധികാരത്തിൽ കയറി വന്നിരുന്നിട്ട് പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ പാറ്റയിട്ടതിനെ എന്ത് വിളിക്കണം? ആശാ വർക്കർമാരെ കുത്തിത്തിരിപ്പിച്ചും പറഞ്ഞു പറ്റിച്ചും സത്യങ്ങൾ മറച്ചുവെച്ച് നാടകം കളിച്ച് വോട്ട് പിടിക്കാൻ നോക്കുന്ന കുതന്ത്രത്തിനെ എന്തു പേരിട്ട് വിളിക്കണം? ജീവിതകാലത്ത് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് CPM എന്നും നാട് മുഴുവൻ സമരം ചെയ്ത് കുളമാക്കിയ ആളുകളാണ് ഇവരെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന് സമരം ചെയ്യാൻ പോലും ഒരാളില്ല എന്ന് ഇനി പറയേണ്ട. സംസ്ഥാന സമ്മേളനം അവസാനിച്ച ശേഷം ഈ വിഷയത്തിൽ വിശദമായി സംസാരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF-ൽ സർക്കാരിന്റെ ദുർഭരണവും മിസ്മാനേജ്മെന്റും കൊണ്ട് കേരളത്തെ തകർത്തു എന്നും അതിനുശേഷം നയമാറ്റത്തിലൂടെ സെസ്സും ഫീസും ഏർപ്പെടുത്തി ജനങ്ങളെ കൊല്ലാൻ വരികയാണ് CPM എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ ഫീസിന്റെ അമിത ഭാരം ഏർപ്പെടുത്തുകയാണ്. സർക്കാരിന്റെ ദുർഭരണത്തിന് ബലിയാടാകുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് എന്നും ജീവിക്കാൻ പാടുപെട്ട് മനുഷ്യർ നിലനിൽക്കുമ്പോഴാണ് നികുതിയും സെസ്സും ഫീസും കൂട്ടുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കും രാജ്യം മുഴുവൻ മുതലാളിമാർക്ക് തീറെഴുതി കൊടുത്ത് ജനങ്ങളെ കോർപ്പറേറ്റുകളുടെ അടിയാളന്മാരാക്കുന്നതിനുമെതിരെ സതീശനൊന്നും മിണ്ടാനില്ല. അന്തർധാര BJPക്ക് അനുകൂലമാകുമ്പോൾ കോൺഗ്രസുകാർ അല്ലെങ്കിലും അതിലൊന്നും മിണ്ടില്ല. പെൻഷനും ക്ഷേമനിധിയും നൽകാത്ത ആളുകളിൽ നിന്നാണ് വീണ്ടും സെസ്സും ഫീസും വാങ്ങാൻ പോകുന്നത് എന്നും സതീശൻ പറയുന്നു. അതേസമയം പാർട്ടി നയങ്ങൾക്ക് അകത്തുനിന്നാണ് നയരേഖ എന്നും സെസ് ചുമത്തുക ലക്ഷ്യമല്ല സാധ്യത മാത്രമാണെന്നും വികസനത്തിന് ജനം അനുകൂലമായതുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ മുന്നോട്ട് പോകൂ എന്നും പിണറായി വളരെ വ്യക്തമായി പറഞ്ഞിരുന്നതൊന്നും സതീശൻ കേട്ടില്ല. ക്ഷേമ പെൻഷന്റെ കാര്യം സതീശൻ പറഞ്ഞാൽ 10 വർഷം മുന്നേയുള്ള കേരളത്തിലെ ക്ഷേമ പെൻഷൻ കോൺഗ്രസ് കൊടുത്ത കണക്ക് ഒന്നുകൂടി പഠിക്കേണ്ടി വരും. ഭരണ തുടർച്ച എന്നത് അവരുടെ ആഗ്രഹം മാത്രമാണെന്നും അതിലൊരു രാഷ്ട്രീയ പാർട്ടി സ്വപ്നം കാണുന്നതിൽ തെറ്റില്ല എന്നും സതീശൻ പറഞ്ഞു. അതന്നെ സതീശൻ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി സ്വപ്നം കാണുന്നില്ലേ? ഇനി മൂക്കിൽ പല്ല് മുളച്ച് പല്ല് കൊഴിഞ്ഞുപോയ സിംഹമായാലും ഇതേ സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നത് കൊണ്ട് കണ്ടുകൊണ്ടേയിരിക്കും. എല്ലാ കാര്യത്തിലുമുള്ള നയത്തിൽ മാറ്റം വരുത്തുന്നത് വിൽപ്പനയാകുമെന്നും അദ്ദേഹം വിമർശിച്ചു. ഇവർ ഇടതുപക്ഷമോ കമ്മ്യൂണിസ്റ്റോ അല്ല, തീവ്ര വലതുപക്ഷമാണ് എന്നും സംഘപരിവാർ സർക്കാർ ചെയ്യുന്നത് പോലെ വൻകിട പദ്ധതികൾക്ക് പിന്നാലെ പോവുകയാണെന്നും കുറ്റപ്പെടുത്തിയ സതീശൻ കോൺഗ്രസിന് പ്ലാനിംഗ് ഉണ്ടായിരുന്നു എന്നും ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും ഇടതുപക്ഷ സ്വഭാവമുള്ളതായിരുന്നു. കോൺഗ്രസ് ആണ് തൊഴിലുറപ്പ് പദ്ധതിയും NRHM-ഉം വിദ്യാഭ്യാസ അവകാശ നിയമവും കൊണ്ടുവന്നത് എന്നും അവകാശപ്പെട്ടു. എന്നിട്ട് എന്ത് കാര്യമാണ് ഉണ്ടായത് സതീശ? പ്ലാനിംഗ് അല്ലേ നടത്തിയുള്ളൂ? ആ പ്ലാൻ എന്തെങ്കിലും വർക്കൗട്ട് ആയോ? ചത്ത കുഞ്ഞിന്റെ ജാതകം ഇങ്ങനെ തിരിച്ചും മറിച്ചും മാച്ചും എഴുതിയിട്ട് ഇനി ഒരു കാര്യവുമില്ല എന്നെങ്കിലും കുറഞ്ഞ പക്ഷം സതീശൻ ഇനിയെങ്കിലും തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും.